കാലാവസ്ഥയിൽ ഒരു ചെറിയ വ്യതിയാനം വന്നാൽ നമുക്കിടയിൽ പലർക്കും വരുന്ന ഒരു അസുഖമാണ് ചുമ. ചിലർക്ക് 1-2 ദിവസം നിർത്താതെയുള്ള ചുമയായിരിക്കും. മറ്റു ചിലർക്കത് ആഴ്ചകളോളം നീണ്ടു നിൽക്കും. എന്നാൽ ചിലർക്ക് മാസങ്ങളോളം 2-3 മാസം തുടർച്ചയായുള്ള ചുമയായിട്ടും അനുഭവപ്പെടാറുണ്ട്. ചുമ പല രോഗങ്ങളുടെയും ഒരു ലക്ഷണമായിട്ടും കാണാറുണ്ട്. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വിട്ടുമാറാത്ത ചുമയെക്കുറിച്ചാണ്. ഞാൻ ഡോക്ടർ ജുസ്ന നസീം, JJ ഹോമിയോപ്പതി, വൈലത്തൂർ. എന്തുകൊണ്ടാണ് ചുമ വരുന്നത്? നമ്മുടെ ശ്വാസകോശത്തിൽ എന്തെങ്കിലും പൊടിയോ അതല്ലെങ്കിൽ ശ്വാസകോശത്തിന് എന്തെങ്കിലും അണുബാധ വരുന്നതോ മൂലമാണ് ചുമ വരുന്നത്. ചെറിയ ജലദോഷം വരുമ്പോൾ മൂക്ക് വലിച്ചാൽ മൂക്കിൽ നിന്നും സൈനസിൽ നിന്നും ചെറിയ പൊടി അല്ലെങ്കിൽ കഫമോ തൊണ്ടയിലേക്ക് വീഴും. ഇത് ചുമയുണ്ടാക്കാറുണ്ട്. ഇതിനെ പോസ്റ്റ് നേസൽ ഡ്രിപ്പ് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ കുറച്ച് സമയം മിണ്ടാതിരുന്നിട്ട് വീണ്ടും സംസാരിക്കാൻ തുടങ്ങിയാൽ ചുമ വരും. ഒന്ന് ചുമച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് കഫം തൊണ്ടയിലേക്ക് വരും. ഇതും പോസ്റ്റ് നേസൽ ഡ്രിപ്പിൻ്റെ ലക്ഷണമാണ്. ഇതല്ലാതെ ഉള്ളതാണ് അലർജിയുടെ ചുമ. തൊണ്ടയിൽ ഒരു ചെറിയ ചൊറിച്ചിൽ പോലെ തോന്നും. ആ ചെറിയ ചൊറിച്ചിൽ കാരണം ചുമ വരും. ചുമച്ചു കഴിഞ്ഞാൽ ചെറുതായി കഫം വരും. ചിലപ്പോൾ തൊണ്ടയിലേക്ക് ഒരു പുളിച്ച ദ്രാവകം വരുന്നത് പോലെയും തോന്നും. തുപ്പിക്കളഞ്ഞു കഴിഞ്ഞാൽ ചുമ മാറും. ഈ ബുദ്ധിമുട്ട് വീണ്ടും വരും. ഇങ്ങനെയാണ് അലർജിക്കാർക്ക് പൊതുവെ ചുമയുണ്ടാകുന്നത്. ഇതല്ലാതെ ബാക്ടീരിയൽ ഇൻഫെക്ഷനും വൈറൽ ഇൻഫെക്ഷനും ചുമയുണ്ടാക്കാറുണ്ട്. ഇപ്പോൾ പൊതുവെ പനിയുടെ കൂടെ കാണുന്ന ചുമ വൈറൽ ഇൻഫെക്ഷൻ കാരണമുണ്ടാകുന്നതാണ്. തൊണ്ട കുത്തി ചുമക്കുകയും 1-2 ദിവസം കഴിയുമ്പോൾ ശ്വാസകോശത്തിൽ കഫക്കെട്ടോടുകൂടി ചുമ വരികയും ചെയ്യും. ഇത് വൈറൽ ഇൻഫെക്ഷനിൽ തുടങ്ങി ബാക്ടീരിയൽ ഇൻഫെക്ഷനിലേക്ക് അസുഖം പോകുന്നതിൻ്റെ ലക്ഷണമാണ്. പിന്നെ ചുമയുടെ മറ്റൊരു കാരണമാണ് അസിഡിറ്റി. ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് കൂടുതലായിട്ടും ഈ ചുമ അനുഭവപ്പെടുന്നത് രാത്രികാലങ്ങൾ, അതും കിടന്നു കഴിഞ്ഞാലായിരിക്കും ചുമ കൂടുതലായിട്ടും വരുന്നത്. ഇതല്ലാതെ ടെൻഷൻ മൂലവും ചില ആളുകൾക്ക് വിട്ടുമാറാത്ത ചുമയുണ്ടാവാറുണ്ട്. കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ നിർത്താതെ തൊണ്ട കുത്തിയുള്ള ചുമ. ചുമയുടെ മറ്റൊരു പ്രധാന കാരണമാണ് പുകവലി. ദിവസവും 5-ൽ കൂടുതൽ സിഗരറ്റ് വലിക്കുന്നവർക്ക് 50 വയസ്സ് കഴിയുമ്പോൾ പലതരം അസുഖങ്ങൾ വരും. അതിൽ ഒരു പ്രധാന ബുദ്ധിമുട്ട് തന്നെയാണ് വിട്ടുമാറാത്ത ചുമ. ശ്വാസകോശ ക്യാൻസർ, ശ്വാസകോശ അണുബാധ, പിന്നെ പൊടിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഒക്കുപേഷണൽ ലങ് ഡിസീസ്, ഇതെല്ലാം വിട്ടുമാറാത്ത ചുമയായിട്ടാണ് നമ്മളിൽ വരുന്നത്. കൊച്ചുകുട്ടികളിലും മുതിർന്നവരിലും വിട്ടുമാറാത്ത ചുമയ്ക്ക് പ്രധാനമായ കാരണം അലർജി തന്നെയാണ്. ചെറിയ കുട്ടികൾ രാത്രിയിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ നിർത്താതെ ചുമച്ച് എഴുന്നേൽക്കുന്നു. ഒന്ന് ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ചുമ മാറും. ഇതിനും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന് ഭക്ഷണത്തിനോടുള്ള അലർജി കൊണ്ടും, രണ്ടാമത്തെ കാരണം ആസ്മയുടെ ടെൻഡൻസി കൊണ്ടുമാണ്. കുട്ടികൾക്ക് ആസ്മയുടെ ഹിസ്റ്ററി ഇല്ല എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം തന്നെയാണ്. ഭക്ഷണ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ബേക്കറി, ബ്രെഡ്, ബിസ്ക്കറ്റ്, പലതരം എണ്ണ പലഹാരങ്ങൾ, ഇപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചൈനീസ് ഭക്ഷണങ്ങൾ, ഇതെല്ലാം ഒരു കാരണമാണ്. ചില കുട്ടികൾക്ക് പാൽ തന്നെ ഒരു വലിയ അലർജൻ്റാണ്. പാലിൻ്റെ ഉപയോഗം നിർത്തിയാൽ തന്നെ അങ്ങനെയുള്ള കുട്ടികളിൽ ചുമ മാറുന്നത് കാണാം. കുട്ടികളിൽ സ്ഥിരമായിട്ട് വിരശല്യം ഉണ്ടെങ്കിൽ അത് അലർജിക് റിയാക്ഷനായിട്ട് വരികയും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന നിർത്താതെയുള്ള ചുമയായിട്ടും പ്രത്യക്ഷപ്പെടാറുണ്ട്. കുട്ടികളെപ്പോലെ തന്നെ മുതിർന്നവരിലും ആസ്മയുടെ ടെൻഡൻസി ഉണ്ടെങ്കിൽ, സ്ഥിരമായി മൂക്കടപ്പുണ്ടെങ്കിലും ചുമ വിട്ടുമാറില്ല. ചിലതരം മരുന്നുകളും മൂക്കിലുറ്റിക്കുന്ന നേസൽ ഡ്രോപ്പും ചിലർക്കൊക്കെ ചുമയുണ്ടാക്കുന്നതായി കണ്ടിട്ടുണ്ട്. ഭക്ഷണത്തിലെ ചില മാറ്റങ്ങളും പ്രോപ്പറായിട്ടുള്ള വ്യായാമവും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന അത്രയും കാലയളവിൽ ശരിയായ രൂപത്തിൽ മരുന്നും കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഏത് വിട്ടുമാറാത്ത ചുമയും മാറ്റിയെടുക്കാവുന്നതാണ്. ചുമ തീരെ ശ്രദ്ധിക്കാതെ വിട്ടുകഴിഞ്ഞാൽ അത് ഭാവിയിൽ ആസ്മയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹോമിയോപ്പതിയിൽ വിട്ടുമാറാത്ത ചുമക്ക് വളരെയധികം ഫലപ്രദമായ മരുന്നുകൾ ധാരാളമായിട്ട് തന്നെയുണ്ട്.